ഹലോ, നല്ല നമസ്കാരം. പെണ്ണ് കേസ് ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത് നിഖില വിമൽ, അതോടൊപ്പം തന്നെ ഹക്കീം, അതോടൊപ്പം തന്നെ ഒരുപാട് പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരായിട്ടുള്ള കുറേ ആൾക്കാർ കൂടെയൊക്കെ ചേരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. 2026 ആദ്യത്തെ തിയേറ്റർ റിലീസായിട്ടുള്ള സിനിമയാണ്. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു കല്യാണ പെണ്ണിന്റെ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. രോഹിണി എന്ന് പറയുന്ന ഒരു യുവതിയെ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമ വികസിക്കുന്നത്. പലയിടങ്ങളിലും പല സ്ഥലങ്ങളിൽ വിവാഹം കഴിച്ച് പണവും സ്വർണവും വുമായിട്ട് മുങ്ങുന്ന ഒരു കല്യാണ തട്ടിപ്പുകാരിയായിട്ടാണ് രോഹിണിയെ ഇതിൽ അവതരിപ്പിക്കുന്നത്. ഒരു വിവാഹവേദിയിൽ വെച്ച് രോഹിണിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി സിനിമ മൊത്തത്തിൽ മാറുകയാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് രോഹിണി തൻ്റെ കഥ പറയുന്നതും അതിലൂടെ അവരെ ഈ തട്ടിപ്പിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഹക്കീം ചെയ്ത ആ ഒരു കഥാപാത്രം നേരിടുന്ന വെല്ലുവിളികളുമാണ് സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ അകത്ത് യഥാർത്ഥ ജീവിതത്തിൽ നടന്നിട്ടുള്ള ചില വിവാഹ തട്ടിപ്പ് കേസുകളെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു കുഴപ്പവുമില്ല. എന്നിരുന്നാലും സിനിമയുടെ പ്ലോട്ട്, അതോടൊപ്പം തന്നെ ഇതിന്റെ ക്ലൈമാക്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 95 ഹോളിവുഡ് ചിത്രമായിട്ടുള്ള യൂഷ്വൽ സസ്പെൻസ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ അതേ പടി അതിന്റെ കോപ്പി എടുത്ത് വച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു സംശയമില്ല. പിന്നെ ഇതിന്റെ ആക്ടിങ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമയെ മൊത്തത്തിൽ ഷോൾഡർ ചെയ്തത് നിഖില വിമൽ തന്നെയാണ്. സിനിമയുടെ മുഴുവൻ നിഖിലയുടെ കഥാപാത്രത്തെ ആശ്രയിച്ചിട്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവരുടെ തനതായിട്ടുള്ള ഒരു ശൈലിയിൽ രോഹിണി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ മൊത്തത്തിൽ ഇതിനെ ചുമലിലേറ്റി ആ ഒരു കഥാപാത്രം, രോഹിണി എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിഖില നന്നായിട്ട് തിളങ്ങി. ഒരു കല്യാണ തട്ടിപ്പുകാരിയുടെ ആത്മവിശ്വാസവും അതോടൊപ്പം തന്നെ ഒരുപാട് നിഗൂഢതയൊക്കെ നിലനിർത്താൻ വേണ്ടി രോഹിണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഹക്കീം, പോലീസ് ഓഫീസറുടെ വേഷം വളരെ ഗംഭീരമായിട്ടും സ്വാഭാവികമായിട്ടും വളരെ കൺവിൻസിംഗ് ആയിട്ടും ഹക്കീം കൈകാര്യം ചെയ്തു എന്നത് ഈ സിനിമയുടെ ഒരു മികച്ച പ്രകടനങ്ങൾ ഒന്നായിട്ട് തന്നെ വിലയിരുത്താൻ പറ്റും. അതോടൊപ്പം തന്നെ അജു വർഗീസ് തുടക്കത്തിലൊക്കെ വളരെ ഗംഭീരമായിട്ട് തമാശയിലൂടെ അജു വർഗീസ് തന്റെ കഥാപാത്രത്തെ ഉപയോഗിച്ചുവെങ്കിലും പക്ഷെ ലാസ്റ്റിൽ വന്നപ്പോൾ വെറുപ്പിക്കൽസ് ആയിട്ട് ആണ് ആ കഥാപാത്രത്തെ അനുഭവപ്പെട്ടത്. അത് തുടക്കത്തിൽ മാത്രം അങ്ങ് ഒതുക്കാവുന്നതായിരുന്നു. പിന്നെ ഇതിന്റെ ഫെബിൻ സിദ്ധാർത്ഥന്റെ ആ ഒരു സംവിധാനം ഒരു കാരിക്കേച്ചർ ശൈലിയിലാണ് സിനിമയുടെ ആദ്യ പകുതി കുറേയൊക്കെ നല്ല തമാശകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ സംവിധാനം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിലെ പ്രശസ്തരായിട്ടുള്ള ശ്രീകാന്ത് വെട്ടിയാർ, പിന്നെ അതോടൊപ്പം ലാല പങ്, അതോടൊപ്പം രമേശ് കോളിയോട്ട് തുടങ്ങിയ ഒരു വലിയ നിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. പിന്നെ കണ്ണൂര്, കോഴിക്കോട് ആ ഭാഗങ്ങളിലെ ഒരു പ്രാദേശിക ഭാഷ ശൈലിയും ഒരു പശ്ചാത്തലവും സിനിമയ്ക്ക് ഒരു പ്രത്യേക ഫ്രഷ്നെസ് നൽകുവാൻ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് വളരെയധികം ഫാസ്റ്റിംഗ് ആയിട്ടും എൻഗേജിങ് ആക്കുവാനും ഉള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു രോഹിണിയുടെ അറസ്റ്റും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരുപാട് പുകിലുകളും പിന്നെ സീരിയലിന്റെ ഒരു സാധനം, അതോടൊപ്പം തന്നെ രമേശ് പിഷാരടി, ശ്രീകാന്ത് വെട്ടിയൂർ അവരുടെ കോമഡി രംഗങ്ങൾ, പിന്നെ സിനിമയുടെ ക്ലൈമാക്സിലെ ട്വിസ്റ്റുകൾ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നതാണെങ്കിൽ പോലും ട്വിസ്റ്റുകളൊക്കെ വളരെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫ്രഷ്നെസ് നൽകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ സാങ്കേതിക ഇത് നോക്കുമ്പോൾ ഇതിന്റെ ഷിനോസിന്റെ DOP വളരെ ഗംഭീരമായിട്ട് തന്നെ സിനിമയുടെ മൂഡിനനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടുള്ള കുറേ സീനുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ്ങും പിന്നെ ഈ സിനിമയുടെ ലാഗ് കുറയ്ക്കുന്ന വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ അങ്കിത് മേനോന്റെ സംഗീതവും ബീജിയും ഒരു ശരാശരി ഒരു മിനിമം നിലവാരം പുലർത്തിയെന്ന് തന്നെ പറയാം. പിന്നെ AR രാജകൃഷ്ണന്റെ സൗണ്ട് മിക്സിങ്ങും ഒരു സാങ്കേതിക നിലവാരത്തിലേക്ക് ഈ സിനിമ ഉയർത്തുന്നതിൽ പ്രത്യേകം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. ഇതിന്റെ ക്രിറ്റിസിസം നോക്കുമ്പോൾ ഇതിന്റെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു സാധനം തന്നെയാണ് ആ ഒരു യൂഷ്വൽ സസ്പെക്ട് ആ ഒരു സിനിമയെ അതേപടി തന്നെ ഇതിൽ പകർത്തി വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരുപാട് ട്വിസ്റ്റുകളും അതിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ സിനിമ കാണാത്തവർക്കാണെങ്കിൽ ഈ സിനിമ വളരെ ഫ്രഷ്നെസ് ആയിട്ട് തന്നെ തോന്നാൻ സാധിക്കും. പിന്നെ എന്ന് പറയുന്നത് പുരുഷന്മാരെ ഒരുമാതിരി പരിഹസിക്കുന്ന രീതിയിലായിപ്പോയി
പല സീനുകളും, പ്രത്യേകിച്ച് ബോഡി ഷെയ്മിങ്, അതായത് അവരുടെ പ്രായത്തെയും അവരുടെ ആ ഒരു പിന്നെ പിന്നെ ഇതിന്റെ ഒരു പെണ്ണ് കിട്ടാതെ നടക്കുന്നവരെ ഒരുപാട് രീതിയിൽ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ഇതിൽ ഷെയ്മിങ് തന്നെയാണ്. പുരുഷന്മാരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന, പെണ്ണ് കിട്ടാതെ നടക്കുന്നവർ അല്ലെങ്കിൽ പെണ്ണ് കെട്ടാൻ വേണ്ടി പ്രായമായിട്ടും ആഗ്രഹിക്കുന്നവരെയൊക്കെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ സിനിമയുടെ ഇതിപ്പോ പേസിങ് നടത്തിയിരിക്കുന്നത്. പല കഥാപാത്രങ്ങളെയും അല്ലെങ്കിൽ പിന്നെ ക്ലൈമാക്സിലെങ്കിലും കൊണ്ടുവന്ന് അവരെ ശുദ്ധരാക്കുന്ന രീതിയിൽ തന്നെ ആക്കാമായിരുന്നു. സിനിമയ്ക്ക് അവസാനം എല്ലാം കൂടി കൊണ്ടുവന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും തട്ടിപ്പുകാരി, തുടക്കത്തിലെ ആ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പിന്നെ കല്യാണ തട്ടിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് സിനിമ എങ്ങനെയാണ് പോകുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, ഈ ക്ലൈമാക്സ് എന്തായിരിക്കുമെന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഒരുപാട് പേരെ പറ്റിക്കുന്നത് സീന്, പല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രായം, ആരും യങ്ങായിട്ടുള്ള ആരെയും തന്നെ ഇതിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. പ്രായമായ മനുഷ്യരെയാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടി പിന്നെ ആഗ്രഹിക്കുന്നവർ, സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ട് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതിനെ പിന്നെ മൊത്തത്തിൽ പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നത് എന്തോ വലിയൊരു അപരാധമായിട്ടാണ് ഈ സിനിമ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമ വളരെ 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ ആ സിനിമ ഇങ്ങനെ ഒരുപാട് ആവർത്തനം വരുന്നത് കൊണ്ട് സിനിമയ്ക്ക് വളരെയധികം ദൈർഘ്യം കൂടിയതുപോലുള്ള ഒരു ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊത്തത്തിൽ ഈ സിനിമ ഫാമിലിയോടൊപ്പം ഇരുന്ന് കാണാം, കുറെ തമാശകളൊക്കെ ഉണ്ട്. പക്ഷേ ഹോളിവുഡ് സിനിമ കാണാത്തവർക്കാണെങ്കിൽ ഈ സിനിമ വളരെയധികം ഫ്രഷ്നെസ് ആയിട്ട് തന്നെ കാണാൻ പറ്റുമെന്നാണ് എനിക്കൊരു തോന്നൽ. പിന്നെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഹോളിവുഡ് സിനിമ കാണാത്തവർക്കാണെങ്കിൽ അത് പിന്നെ ഫ്രഷ് ആയിട്ട് തോന്നും. പിന്നെ വിമലയുടെ ഒരു പെർഫോമൻസ് കാണാൻ, നിഖിലയുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്തായിരുന്നാലും ആമസോൺ പ്രൈമിൽ കിടപ്പുണ്ട്, കാണുന്നവർ കാണാം. ഞാനൊരു 2.5 മാർക്ക് 5-ൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അത്രയും വലിയ ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആവർത്തനം, പല കല്യാണവും തട്ടിപ്പുകളും, അത് ആവർത്തനമായിട്ടാണ് തോന്നിയത്. സാഹചര്യങ്ങൾ മാത്രം, വ്യക്തികൾ മാത്രം മാറുന്നു, സാഹചര്യങ്ങൾ സെയിം ആയിട്ട് തന്നെ തോന്നുന്നു. പിന്നെ ജാതീയപരമായിട്ട് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഹിന്ദുവിനെയും എല്ലാവരെയും പിന്നെ ഊക്കിവിടുന്ന, ജാതീയപരമായിട്ട് തന്നെ സ്വാർത്ഥരായാണ് എന്നുള്ള രീതിയിൽ കൂടി ഇത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും കാണുക, അത്രയേ ഉള്ളൂ. താങ്ക് യു.